LPSC ലൈഫ് ടോക്സിലേക്ക് എവർക്കും വീണ്ടും സ്വാഗതം. LPUP ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സീരീസിലെ മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് സൈക്കോളജി അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്നതിൻ്റെ 2ാം പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ആദ്യത്തെ പാർട്ട് എവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി മികച്ച ചോദ്യങ്ങളാണ് ഈ 2ാം പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും മുഴുവനായും കേൾക്കുക. കമൻസ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. LPUP ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത എല്ലാ ടീച്ചേഴ്സും എന്നോട് ഒരേപോലെ പറഞ്ഞ കാര്യമാണ് സൈക്കോളജി ക്വസ്റ്റ്യൻസ്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കൽ പോലും നേരിട്ടുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി ആർക്കും തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ വിമൽ എന്ന കുട്ടി, ആ കുട്ടീനെ ക്ലാസ് ടീച്ചർ മറ്റുള്ള കുട്ടികളുടെ മധ്യത്തിൽ വെച്ചിട്ട് നന്നായി പുകഴ്ത്തി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ടീച്ചർ ഫസ്റ്റ് കിട്ടിയ കുട്ടിയെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യും. അതോടെ എല്ലാ വിഷയങ്ങളിലും നന്നായി പഠിച്ച് ഇനിയും മുന്നേറാനുള്ള ആ കുട്ടിയുടെ, വിമൽ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ആഗ്രഹം ഒന്നുകൂടി ശക്തിപ്പെട്ടു. വിമലിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ്, അതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഋണപ്രബലനം അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. തീർച്ചയായും പരീക്ഷയിൽ മാർക്ക് നേടിയാൽ മാത്രമല്ല, ഏത് ചെറിയ കാര്യത്തിനും നമ്മളിപ്പോൾ കുട്ടികളെ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്യും. അത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും ചെറിയ ആക്ടിവിറ്റിക്ക് പോലും വളരെയധികം പ്രശംസ ആഗ്രഹിക്കുന്നവരാണ് കുട്ടികളെല്ലാവരും തന്നെ. നമ്മളത് നൽകുകയും വേണം. അതതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന ഈ ഒരു ഐഡിയ അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇതുപോലെ തന്നെ ചോദിക്കാവുന്ന ഒന്നാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഏതെങ്കിലും ഒരു സന്ദർഭം ഇതേപോലെ പറഞ്ഞ് ഇത് കുട്ടികളിൽ എങ്ങനെ മാറ്റം വരുത്തും, അങ്ങനെ മാറ്റം വരുത്തുന്നു എങ്കിൽ അതിന് എന്ത് ടേമിട്ടാണ് നമ്മൾ സൈക്കോളജിയിൽ വിശേഷിപ്പിക്കുക എന്ന് ചോദിക്കാം. അപ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന രണ്ടും ടേംസ് അതെവിടെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് നമ്മൾ എന്തായാലും നോക്കി വെക്കണം. ഞാൻ മുൻപ് സൈക്കോളജിയിൽ നോക്കി പോകേണ്ട പോർഷൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ആയിട്ടിട്ടുണ്ട്. അതിൽ ഇതെല്ലാം തന്നെ പറയുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റീഇൻഫോഴ്സ്മെന്റിൻ്റെത്. നെക്സ്റ്റ് വൺ, ടീച്ചർ ദേഷ്യം പിടിച്ച് സംസാരിച്ചപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടി കരയാൻ തുടങ്ങി. കുട്ടി കരഞ്ഞപ്പോൾ ടീച്ചർ ദേഷ്യമൊക്കെ നിർത്തി അവളെ വേഗം സ്വാന്തനിപ്പിച്ചു. അനു കരഞ്ഞപ്പോഴാണ് ടീച്ചറുടെ ദേഷ്യം ഇല്ലാതായത്, അല്ലേ? ദേഷ്യം കുട്ടിയുടെ കരച്ചിൽ എന്ന പ്രവർത്തനത്താൽ ഇല്ലാതാകുന്നു എന്ന ഈ ഒരു തത്വം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇത് കുറച്ചും കൂടി കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ പോലും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന്റെ നേരെ ഓപ്പോസിറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നൊരു ഉത്തരാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ദേഷ്യം, ടീച്ചറുടെ ദേഷ്യം എന്നത് കുട്ടിയുടെ കരച്ചിൽ എന്ന പ്രവർത്തനത്താൽ ഇല്ലാതായി. ഈ ഒരു ലെവൽ ഓഫ് തത്വം, പിന്നെ ഈ ഒരു തത്വത്തിന് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് പറയുന്നത്. അടുത്ത ഒരു അപ്ലിക്കബിൾ ലെവൽ ക്വസ്റ്റ്യൻ, UP ക്ലാസ്സിൽ പഠിക്കുന്ന ഗീത എന്ന പെൺകുട്ടി. ആ കുട്ടി 7ലോ 6ലോ ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. ആ കുട്ടി സ്കൂൾ ലൈബ്രറിയിൽ തുടർച്ചയായിട്ട് പോകുന്ന ഒരു കുട്ടിയാണ്. നന്നായി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ലൈബ്രറിയിൽ സ്ഥിരമായിട്ട് കുട്ടി പോവുകയും ലൈബ്രറിയിൽ ഏതെല്ലാം ഷെൽഫിൽ ഏതെല്ലാം പുസ്തകങ്ങളാണ് ഇരിക്കുന്നതെന്ന് ആ കുട്ടിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിൽ നിന്ന് നമ്മൾ ഈ കുട്ടി സ്വായത്തമാക്കിയിട്ടുള്ള ബോധനത്തിൻ്റെ ആധാരം എന്താണ് എന്നാണ് ചോദ്യം. ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്നെ തന്നെയാണ്. ഞാൻ അത്യാവശ്യം വായിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. സ്കൂൾ ലൈബ്രറി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഷെൽഫുകളുള്ള ഒരു ലൈബ്രറിയാണ്. അതുപോലെ തന്നെ അവിടെ ലൈബ്രറിയൻസ് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലാണ് നമുക്ക്
ഒരു പീരീഡ് കിട്ടുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പുസ്തകങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ഷെൽഫുകളെല്ലാം ഞാൻ തിരയും. അതുകൊണ്ട് തന്നെ മിക്ക കുട്ടികളും അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ എന്തെങ്കിലും വേണ്ടി വന്നാൽ എന്നോട് ചോദിക്കും, ഈ പുസ്തകം എവിടെ ഇരിക്കണേന്ന് നിനക്കറിയോ എന്നൊന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ പുസ്തകങ്ങളും നമുക്ക് അറിയാം, പരിചയം ഉണ്ട്. ഇത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ അതെവിടെയാണ് ഇരിക്കണേ എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ട്. അതേ ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള തിരച്ചിലിലൂടെ കുട്ടി സ്വായത്തമാക്കിയ ഈ ബോധനത്തിന് ആധാരം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈജ്ഞാനിക ഭൂപടം അഥവാ കോഗ്നിറ്റീവ് മാപ്പിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഈ കുട്ടിയുടെ ഈ ഒരു കഴിവിന് കാരണം. ആ കുട്ടി അത് തുടർച്ചയായിട്ടുള്ള പരിചയത്തിലൂടെ അങ്ങനെ ഒരു മാപ്പിംഗ് സിസ്റ്റം ആ കുട്ടിയുടെ ബോധന മണ്ഡലത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഈ ഷെൽഫിൽ ഇന്ന പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഷെൽഫിൽ ഇതെല്ലാമാണ് പുസ്തകങ്ങൾ ഇരിക്കണതെന്ന് ആ കുട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഉത്തരമായിട്ട് നമ്മൾ പറയേണ്ടത് വൈജ്ഞാനിക ഭൂപടം അഥവാ കോഗ്നിറ്റീവ് മാപ്പിംഗ് എന്ന ഐഡിയ ആണ്. നെക്സ്റ്റ് വൺ, UP ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി തലേന്ന് സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടു. ആ സ്വപ്നങ്ങൾ കണ്ട് ഉണർന്നതിന് ശേഷം ആ കുട്ടി ആലോചിച്ചപ്പോൾ ആ കുട്ടിക്ക് ആ കണ്ട സ്വപ്നങ്ങളെല്ലാം വ്യക്തമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അത് ക്രമമായി തന്നെ ആ കുട്ടി ഓർത്തിരുന്നു. ആ എണീച്ച സമയത്ത്, ഉറക്കം കഴിഞ്ഞ് ഉണർന്ന സമയത്ത് കുട്ടിക്ക് നല്ല വ്യക്തമായ ഓർമ്മയുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതോടെ സ്വപ്നങ്ങളുടെ ക്രമവും സംഭവങ്ങളുടെ വ്യക്തതയും എല്ലാം നഷ്ടമായി. ആ കുട്ടിയുടെ പാരൻസിനോട് ഈ സ്വപ്നത്തെക്കുറിച്ച് പറയാൻ ആലോചിച്ചപ്പോഴാണ് ആ ഒരു കണക്ഷൻ വിട്ടുപോയതായിട്ട് ആ കുട്ടിക്ക് മനസ്സിലായത്. അപ്പോൾ ആ കുട്ടി പാരൻസിനോട് പറഞ്ഞു, കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ എണീച്ചപ്പോൾ തന്നെ നിങ്ങളോട് പറയേണ്ടതായിരുന്നു, പക്ഷെ ഇപ്പം എന്ത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ ആ കുട്ടിക്ക് കുറച്ച് ഓർമ്മകൾ എന്താണ് ഒരു കണക്ഷൻ ഇല്ലാതെ തന്നെ എന്തെങ്കിലും ഓർമ്മ ഉണ്ടാവില്ല. അതൊക്കെ ആ പാരൻസിനോട് പറഞ്ഞു. ഇതിന് കാരണം എന്താണ് എന്നതാണ് ചോദ്യം. അതായത് ആ കുട്ടി കാലത്ത് ഉണർന്നപ്പോൾ ആ സ്വപ്നം കണ്ടതിൻ്റെ തൊട്ട് പിന്നാലെ ഉണർന്നപ്പോൾ ആ കുട്ടിക്ക് ആ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മയുണ്ടായിരുന്നു. തുടർന്ന് വ്യത്യസ്തമായ ഇടപെടലുകളും പുതിയ പഠനാനുഭവങ്ങളും കടന്നു വന്നു. ഒരുപാട് പുതിയ അനുഭവങ്ങൾ, പുതിയ പാഠങ്ങൾ, പുതിയ ആശയങ്ങളെല്ലാം ആ കുട്ടിയുടെ മെമ്മറിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ആദ്യമായിട്ട് ഓർത്തു വയ്ക്കാൻ സാധിച്ച കാര്യങ്ങൾ പിന്നീട് മറക്കാനായിട്ട് കാരണമായത്. അടുത്ത ഒരു ചോദ്യം, ഹൈസ്കൂൾ ക്ലാസ്സിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ആ കുട്ടി ഒരുപാട് നേരം തുടർച്ചയായിട്ട് ക്ലാസ് കേൾക്കുകയാണ്. അതിനുശേഷം പെട്ടെന്ന് കുട്ടിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെട്ടു. ഒന്ന് വിശ്രമിക്കാനായിട്ട് അവൻ സ്ഥലം അന്വേഷിച്ച് അവൻ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു മാഞ്ചൂട്ടിൽ കുറച്ച് നേരം അവൻ അവിടെ കിടന്നു. ഒരു 10-15 മിനിറ്റ് നേരത്തെ വിശ്രമത്തിന് ശേഷം അവൻ ഭയങ്കര കൂടുതൽ എനർജിയോടെ, മുൻപുള്ളതിനേക്കാൾ കൂടുതൽ എനർജിയോടെ തിരിച്ചു വരികയാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഇത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മോട്ടിവേഷണൽ സൈക്കിൾ എന്നാണ് ഈ ഒരു ഐഡിയ അറിയപ്പെടുന്നത്. മലയാളത്തിൽ പ്രേരണ ചക്രം. അതായത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കേൾക്കുന്നത് വഴി കുട്ടികൾക്കുണ്ടായിരുന്ന ക്ഷീണം, അത് നമ്മൾ പഠിക്കുമ്പോഴായാലും, ഇപ്പോൾ LP UP ആയിട്ട് അല്ലെങ്കിൽ PSC പരീക്ഷകൾക്കായിട്ട് നമ്മൾ പഠിക്കുമ്പോഴായാലും തുടർച്ചയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ഒരു ചെറിയ നാപ്പ് എടുക്കുകയാണെങ്കിൽ, ചെറിയൊരു 5 മിനിറ്റ് ഒരു വിശ്രമം, അത് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് നമ്മൾ അലാറം വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മുൻപത്തേക്കാളും വളരെയധികം എനർജിയോട് കൂടിയിട്ട് തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഈ അതേ ഒരു തത്വം തന്നെയാണ് ഇവിടെ ക്ലാസ് റൂമിൽ പറഞ്ഞു എന്ന് മാത്രം. ഇതിനെയാണ് മോട്ടിവേഷണൽ സൈക്കിൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് ചോദ്യം, പ്രൈമറി ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി ആദ്യത്തെ ദിവസം ടീച്ചറും സ്കൂൾ പൂന്തോട്ടത്തിൽ നടത്തിച്ചു. ആദ്യത്തെ ദിവസം ചുവന്ന നിറത്തിലുള്ള ഒരു പൂവാണ് കാണിച്ചത്. പിന്നീട് പൂന്തോട്ടത്തിലൂടെ നടത്തിച്ച് വിവിധ തരം പൂവുകൾ, വിവിധ വർണ്ണത്തിലുള്ള ഇലകൾ, ഇതെല്ലാം തന്നെ ആ കുട്ടിക്ക് ടീച്ചർ കാണിച്ചു കൊടുത്തു. ഒടുവിൽ
തിരികെ ക്ലാസ് മുറിയിൽ തന്നെ കൊണ്ടുവന്ന് ഷെൽഫിൽ വെച്ച വളരെ കളർഫുള്ളായിട്ടുള്ള പ്ലാസ്റ്റിക് പൂവുകൾ കാണിച്ചു കൊടുത്തു. ആ കുട്ടിയിൽ പൂവിനെ കുറിച്ച് എന്ത് ശേഷി വികാസാനം നേടാനാണ് ടീച്ചർ ഇവിടെ ഈ ഒരു പ്രവർത്തനം നടത്തിയത്? ആദ്യം തന്നെ ക്ലാസ്സിൽ ഉള്ള പൂവോ അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള പൂക്കളെ കുറിച്ചുള്ള പദ്യമോ അല്ലെങ്കിൽ പാട്ടോ ഒരു കഥയോ അല്ല ടീച്ചർ എടുത്തത്. ടീച്ചർ ആദ്യം തന്നെ എന്താണ് ചെയ്തത്? കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോയി ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ ചുറ്റുമുള്ള പൂക്കൾ, അതിൻ്റെ നിറങ്ങൾ, അതിൻ്റെ വ്യത്യസ്തമായ ഘടന എന്നിവയെ പറ്റിയെല്ലാം ഈ ടീച്ചർ കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ്. തുടർന്ന് ടീച്ചർ ക്ലാസ്സിലുള്ള പ്ലാസ്റ്റിക് പൂവ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. തുടർന്ന് പുസ്തകത്തിലുള്ള ഒരു പൂവിൻ്റെ ഒരു പദ്യം അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ഇതിൽ ടീച്ചർ എന്ത് വികാസത്തിനാണ് പ്രാധാന്യം നൽകിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആശയ രൂപീകരണം അഥവാ കൺസെപ്റ്റ് ഫോർമേഷൻ എന്നൊരു ഐഡിയയ്ക്കാണ് ഇവിടെ ടീച്ചർ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. ഇത്തരം ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് LPUP ഇൻ്റർവ്യൂകളിൽ അപ്ലിക്കബിൾ ലെവലിൽ സൈക്കോളജിയിൽ നിന്ന് ചോദിക്കുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയാൻ റെഡി ആയിരിക്കണം. അതിനാണ് ഞാൻ ഓൾറെഡി ഈ പോർഷൻസൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജി ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തത്. തീർച്ചയായും ഈ വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ കരുതുന്നു. നന്ദി.